ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വഖഫ് ഭൂമി തർക്കത്തിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. മുനമ്പം വിഷയത്തിൽ നിയമ പോരാട്ടം തുടരണമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അതേസമയം കേന്ദ്രമന്ത്രിയിൽ നിന്ന് ആഗ്രഹിച്ച പ്രഖ്യാപനം ഉണ്ടായില്ലെന്ന് മുനമ്പം സമരസമിതി പ്രതികരിച്ചു. വൈകിട്ട് 6 മണിയോടെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം സമരപ്പന്തലിലെത്തിയത്. സമരപ്പന്തലിൽ നിരാഹാരം കഴിയുന്നവരെ കണ്ട ശേഷം കിരൺ റിജിജു മുനമ്പത്തെ ജനങ്ങളുമായി സംസാരിച്ചു. രാജ്യത്ത് വഖഫ് നിയമം ഭേദഗതി ചെയ്തത് മുനമ്പം ആവർത്തിക്കാതിരിക്കാനാണെന്ന് കിരൺ റിജിജു. പുതിയ നിയമം മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി. We are for justice for everyone. We brought the Waqf Amendment Bill 2025 to change the draconian provisions which were in existence. മുനമ്പത്ത് ഒരിക്കൽ കൂടി എത്തുമെന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ച മന്ത്രി പക്ഷേ മുനമ്പത്തെ ജനങ്ങൾക്ക് പ്രശ്നപരിഹാരം സംബന്ധിച്ച ഒരു ഉറപ്പും നൽകിയില്ല. I have to respect the judiciary, the constitutional authorities. That is why I am not spelling a deadline, a particular fixed time. I am not saying, but that doesn't mean that your issue will be not settled. കേന്ദ്രമന്ത്രിയുടെ വരവിനെ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും മുനമ്പം ജനത ആഗ്രഹിച്ച പ്രഖ്യാപനം കിരൺ റിജിജുവിൽ നിന്ന് ഉണ്ടായില്ലെന്ന് സമരസമിതി രക്ഷാധികാരി ഫാദർ ആന്റണി. പ്രശ്നത്തിന് ഇന്ന് ഞങ്ങളൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതെങ്കിലും അതുപോലെ ഒരു ഗുഡ് ന്യൂസാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നാണ് ഞങ്ങളെ അറിയിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ഒന്നും വന്നില്ല. പകരം ഒരു 3 ആഴ്ചകളോ 4 ആഴ്ചകളോട് കൂടി പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ റൂൾസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് ഇന്ന് വാക്ക് നൽകിപ്പോയി. മുനമ്പത്ത് എത്തുന്നതിന് മുൻപ് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിനെയും കിരൺ റിജിജു സന്ദർശിച്ചിരുന്നു. മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന് കിരൺ റിജിജു ഉറപ്പു നൽകിയെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കളത്തിപ്പറമ്പിൽ. മുനമ്പം പ്രശ്നത്തില് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമയബന്ധിതമായിട്ട് നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും കിരൺ റിജിജുവിനൊപ്പം ഉണ്ടായിരുന്നു. 24 കൊച്ചി. നീതി ഉറപ്പാക്കുകയാണ് വഖഫ് നിയമ ഭേദഗതി ലക്ഷ്യമിടുന്നതെന്ന് ആവർത്തിച്ച് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. ചർച്ച ആക്ട് നടപ്പാക്കാനുള്ള നിർദ്ദേശം സർക്കാരിന് മുന്നിൽ ഇല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മതനിരപേക്ഷ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കുമെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. നിയമത്തിനെതിരെ നാളെ കോഴിക്കോട് ബീച്ചിൽ മുസ്ലിം ലീഗ് മഹാറാലി സംഘടിപ്പിക്കും. ഏറെ വിവാദമായ വഖഫ് നിയമ ഭേദഗതി ബിൽ നിയമമായെങ്കിലും അതേ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കേരളത്തിലെത്തിയ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പ്രതിഷേധങ്ങളിൽ LDF UDF മുന്നണികളെ കുറ്റപ്പെടുത്തി. നിയമ ഭേദഗതി മുസ്ലിം വിഭാഗത്തിനെതിരില്ലെന്നും BJPയുടെ പേര് പറഞ്ഞ് ഭയപ്പെടുത്താനാണ് ശ്രമമെന്നും കേന്ദ്രമന്ത്രി. മുനമ്പം രാജ്യത്തിനി ആവർത്തിക്കില്ല. There are some campaign going on to set a narrative. The central government is working against Muslim community. No, we are here to correct the mistakes. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ മതേതര സമൂഹത്തിന്റെ പിന്തുണയുണ്ടെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും മൗലികാവകാശങ്ങളിലും മതസ്വാതന്ത്ര്യത്തിലുമൊക്കെ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഐക്യദാർഢ്യവും പിന്തുണയും ഞങ്ങൾക്കുണ്ടാകുമെന്ന ഉറപ്പാണ്. മുനമ്പം വിഷയം പരിഹരിക്കാതെ വിവിധ സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് വീണ്ടും അധികാരത്തിലെത്തുകയാണ് CPMന്റെ ലക്ഷ്യമെന്നും ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. നിയമ ഭേദഗതിക്കെതിരെ നാളെയാണ് കോഴിക്കോട് ബീച്ചിൽ മുസ്ലിം ലീഗിന്റെ മഹാറാലി. 2 ലക്ഷത്തോളം ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് നേതാക്കൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് 24. മുനമ്പം ഭൂപ്രശ്നം BJPക്ക് ബൂമറാങ് ആയെന്ന് മന്ത്രി P. രാജീവ്. വഖഫ് ഭേദഗതി നിയമം ഭൂപ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കിയെന്നും മന്ത്രി വിമർശിച്ചു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കള്ളക്കളി പുറത്തായെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അല്ല, ഇപ്പോൾ ആയുധം ബൂമറാങ് ആയല്ലോ. ഇപ്പോൾ നിങ്ങൾ തന്നെ അവിടെ മന്ത്രിയുടെ പ്രസ്താവനയോടുകൂടി വ്യക്തമായി സങ്കുചിത രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വിഭജനത്തിൻ്റെതായ ഒരു താല്പര്യമാണ് BJP ശ്രമിച്ചത്. അത് ഇന്ന് കുറെ കൂടി തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ നിയമം പ്രശ്നത്തെ കുറെ കൂടി സങ്കീർണമാക്കി. ഇത് സംബന്ധിച്ച് ഇതുവരെ അവർ നടത്തിയിരുന്ന പ്രചരണം ഇന്ന് വെറുതെയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. സർക്കാർ മുൻകൈ എടുത്ത ട്രിബ്യൂണലിൽ വെച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നം വലിച്ചു നീട്ടി നാട് നിങ്ങളെ കൊണ്ടുകിടന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നല്ലാതെ മുനമ്പത്തുള്ള ആളുകളുടെ പ്രശ്നം തീർക്കാൻ വളരെ സിമ്പിളായിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് തീരുമെന്നൊക്കെ പറഞ്ഞത്.
പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് കലാപത്തിന് ബംഗ്ലാദേശ് ബന്ധമെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. നുഴഞ്ഞുകയറ്റക്കാരുടെ നീക്കം തടയുന്നതിൽ മമതാ ബാനർജി സർക്കാർ പരാജയപ്പെട്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. മുർഷിദാബാദിലും ഭാൻഗറിലും സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമാണ്. മുർഷിദാബാദിലും ബാൻഗറിലുമുണ്ടായ സംഘർഷങ്ങൾക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ. ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞുകയറിയവർ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തെ സർക്കാർ വിരുദ്ധ കലാപമായി ആളിക്കത്തിക്കാൻ ശ്രമിച്ചു എന്നാണ് ഏജൻസികളുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. നുഴഞ്ഞുകയറ്റക്കാരുടെ ഈ നീക്കങ്ങളെ കണ്ടെത്തുന്നതിലും തടയുന്നതിലും മമതാ ബാനർജി സർക്കാർ പരാജയപ്പെട്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ധൂലിയാനിൽ പിതാവിനെയും പുത്രനെയും കൊലപ്പെടുത്തിയ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. IB, CID, STF എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘമാണ് ഇവരെ പിടികൂടിയത്. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ച 1093 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് ബ്ലോക്ക് ചെയ്തു. ബാൻഗർ സംഘർഷത്തിൽ 8 പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് സ്ഥിതിഗതികൾ നിലവിൽ നിയന്ത്രണ വിധേയമെങ്കിലും സംഘർഷ സാഹചര്യം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. 24 ഡൽഹി. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു. PS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്ര കോഴിക്കോട് പര്യടനം തുടരുകയാണ്. യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെരിങ്ങളം മിൽമ തൊഴിലാളികൾ രംഗത്തെത്തി. ലഹരിയെ ഒന്നിച്ചു പ്രതിരോധിക്കണമെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. SKN40 യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. പെരിങ്ങളത്തെ മലബാർ മിൽമ ആസ്ഥാനത്ത് ലഹരി വിരുദ്ധ പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി. ഇത് ശരിക്കും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇന്ന് സാധാരണ മലയാളി എടുക്കുന്നത് പോലെ നമ്മൾ പറയാൻ പാടില്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ആവശ്യമായി കണ്ട് നിങ്ങളെല്ലാവരും കോഴിക്കോടേക്ക് വരണം. എന്ത് അസൗകര്യം എന്നുണ്ടായാലും പട്ടിണി കിടക്കേണ്ടി വന്നാലും നിങ്ങൾ കോഴിക്കോട് എത്തണം. കോഴിക്കോട് എത്തിക്കഴിയുമ്പോൾ ഈ തട്ടകങ്ങളിലിരുന്ന് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവന് ഒരു അപശകുനം പോലെയാകണം നമ്മുടെ ഈ മഹാസമ്മേളനം. ഒന്നിച്ചു പോരാടിയാൽ ലഹരി എന്ന വിപത്തിനെ ഇല്ലായ്മ ചെയ്യാനാകുമെന്ന് മിൽമ ചെയർമാൻ KS മണി. വളരെ കുറച്ച് സമയമാണെങ്കിലും മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് SKN നമ്മളോട് കുറച്ച് സമയം കൊണ്ട് പങ്കുവച്ചത്. നിശ്ചയമായിട്ടും നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഈ വലിയ വിപത്തിനെതിരെ ഒരുമിച്ച് നിന്ന് നമുക്ക് പോരാടി ഇത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മിൽമ മാനേജിംഗ് ഡയറക്ടർ KC ജെയിംസ്, ജനറൽ മാനേജർ N പ്രേംലാൽ, ഭരണസമിതി അംഗങ്ങളായ ശ്രീനിവാസൻ, ഗിരീഷ് കുമാർ എന്നിവർ പരിപാടിയുടെ ഭാഗമായി ലഹരിക്കെതിരെ പോരാടുമെന്ന് മിൽമയിലെ തൊഴിലാളികൾ പ്രതിജ്ഞയെടുത്തു. 24 കോഴിക്കോട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ച ED ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. ഹരിയാന ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാളെയും ചോദ്യം ചെയ്യും. കുറ്റപത്രം പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് കോൺഗ്രസിന്റെ ആരോപണം. സോണിയാഗാന്ധിയെ 1-ാം പ്രതിയും രാഹുൽ ഗാന്ധിയെ 2-ാം പ്രതിയുമാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഡൽഹി പട്യാല റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ കോൺഗ്രസ് നേതാവ് സാം പിത്രോഡ, സുമൻ ദുബൈ എന്നിവരുടെ പേരുകളുമുണ്ട്. ഈ മാസം 25-ന് കേസ് കോടതി പരിഗണിക്കും. നാഷണൽ ഹെറാൾഡിന്റെ പേരിലുള്ള 166 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ ED ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കുറ്റപത്രവും സമർപ്പിച്ചത്. പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ്, യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായാണ് കേസ്.
യങ് ഇന്ത്യ ലിമിറ്റഡ് വഴി 50 ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ 2000 കോടി രൂപയിലധികം വരുന്ന സ്വത്തുക്കൾ നിയമവിരുദ്ധമായി ഏറ്റെടുത്തെന്നും ആരോപണമുണ്ട്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ കുറ്റപത്രം പ്രതികാര രാഷ്ട്രീയത്തിന്റെയും ഭീഷണിയുടെയും ഭാഗമെന്ന AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രതികരിച്ചു. അതിനിടെ ഹരിയാന ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ റോബർട്ട് വദ്രയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഹരിയാന ഷിഖാപൂരിൽ 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയ ഭൂമി 58 കോടി രൂപയ്ക്ക് മറച്ചുവിറ്റ കേസിലാണ് ED നടപടി. 24 ഡൽഹി. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ SFIO കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറി. EDയുടെ അപേക്ഷയിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. കുറ്റപത്രം പരിശോധിച്ച ശേഷം പ്രതിപട്ടികയിലുള്ള വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ED കടന്നേക്കും. മാസപ്പടി കേസിൽ 2024 മാർച്ചിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. CMRL KSIDC ഉദ്യോഗസ്ഥരെ തുടർന്ന് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ SFIO അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ ED നീക്കങ്ങൾക്ക് വേഗം കുറഞ്ഞു. പക്ഷേ അടുത്തിടെ SFIO കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ ED തങ്ങളുടെ കേസും പൊടി തട്ടിയെടുത്തു. SFIO കുറ്റപത്രം EDക്ക് കൈമാറിയതോടെ ED നീക്കങ്ങൾക്ക് വേഗത കൂടും. കുറ്റപത്രം പരിശോധിച്ച ശേഷം പ്രതിപട്ടികയിലുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ED കടക്കുമെന്നാണ് വിവരം. ED കൊച്ചി യൂണിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ സിനി IRSന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ഇടപാടിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിചാരണ കോടതി കേസെടുത്തിരുന്നു. സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി കുറ്റപത്രം എറണാകുളം അഡീഷണൽ സെഷൻസ് 7ാം നമ്പർ കോടതിയാണ് സ്വീകരിച്ചത്. 24 കൊച്ചി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. SFIO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം CBIക്ക് വിടണമെന്നാണ് പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. വടക്കൻ പറവൂർ സ്വദേശി MR അജയനാണ് ഹർജി നൽകിയത്. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ CBIക്ക് പിന്നാലെ KM എബ്രഹാമിനെതിരെ അന്വേഷണത്തിന് EDയും കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായി പ്രാഥമിക വിവരശേഖരണം നടത്തി. അതിനിടെ CBI അന്വേഷണത്തിനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കിഫ്ബി CEOയും മുൻ ചീഫ് സെക്രട്ടറിയുമായ KM എബ്രഹാം നീക്കം തുടങ്ങി. അനധികൃത സ്വത്ത് സമ്പാദന വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ CBI അന്വേഷണത്തിന് കളമൊരുങ്ങിയതിനിടെയാണ് KM എബ്രഹാമിനെ ലക്ഷ്യമിട്ട് ED കൂടി എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ പ്രാഥമിക വിവരശേഖരണം ആരംഭിച്ച ED ജോമോൻ പുത്തമ്പുരയ്ക്കൽ നൽകിയ ഹർജിയുടെ വിശദാംശങ്ങളും കോടതി ഉത്തരവും പരിശോധനയ്ക്കായി ശേഖരിച്ചു. CBI കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ ആരംഭിച്ചാലുടൻ EDയും ECIR രജിസ്റ്റർ ചെയ്തേക്കും. ഇതിനിടെ CBI അന്വേഷണത്തിനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കിഫ്ബി CEOയും മുൻ ചീഫ് സെക്രട്ടറിയുമായ KM എബ്രഹാം നീക്കം ആരംഭിച്ചു. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാൻ അഭിഭാഷകരുമായി KM എബ്രഹാം ചർച്ച നടത്തി. അപ്പീൽ നീക്കത്തിന് സർക്കാരിൻ്റെയും പിന്തുണയുണ്ടെന്നാണ് സൂചന. ഹർജിക്കാരനായ ജോമോൻ പുത്തമ്പുരയ്ക്കലിനും മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനും തന്നോടുള്ള വൈരാഗ്യമാണ് നിലവിലെ അന്വേഷണത്തിന് പിന്നിലെന്ന് KM എബ്രഹാം പറയുന്നു. എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ച് തമിഴ്നാട് സർക്കാർ. ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനായ 3-അംഗ സമിതിയെയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രഖ്യാപിച്ചത്. ഫെഡറൽ തത്വങ്ങളിൽ പുനഃപരിശോധന ആവശ്യമുണ്ടോ എന്നതടക്കം സമിതിയുടെ പരിഗണനാ വിഷയമാകും. കേന്ദ്രം സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവരുന്നെന്ന് ഉദാഹരണങ്ങൾ നിരത്തി വാദിച്ച മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിഷയം പഠിക്കാൻ 3-അംഗ സമിതിയാണ് നിയോഗിച്ചത്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനായ സമിതിയിൽ മുൻ IAS ഓഫീസർ അശോക് വർദ്ധൻ ഷെട്ടി, പ്രൊഫസർ M നാഗനാഥൻ എന്നിവർ അംഗങ്ങളാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സമഗ്ര പരിശോധനയാണ് സമിതിയുടെ ചുമതല. സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശത്തിനായി ഭരണഘടനാ ഭേദഗതി ആവശ്യമെങ്കിൽ നിർദ്ദേശിക്കണം. ജനുവരിയിൽ പ്രാഥമിക റിപ്പോർട്ടും 2 വർഷത്തിനുള്ളിൽ സമഗ്ര റിപ്പോർട്ടും നൽകണം. 1969 മുഖ്യമന്ത്രി കരുണാനിധി രാജമണ്ണാർ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന കേന്ദ്രബന്ധത്തെപ്പറ്റി റിപ്പോർട്ട് തേടിയിരുന്നു. തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ കേന്ദ്രത്തോട് നേർക്കുനേർ പോരടിക്കുന്ന മറ്റൊരു നീക്കം കൂടി നടത്തിയിരിക്കുകയാണ് MK സ്റ്റാലിൻ. 24 ചെന്നൈ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ കാലോചിതമായ പരിഷ്കരണം നിർദ്ദേശിക്കുമെന്ന് തമിഴ്നാട് നിയോഗിച്ച സമിതി അധ്യക്ഷൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് 24നോട് പറഞ്ഞു. തമിഴ്നാടിനെ കൂടാതെ മറ്റു സംസ്ഥാനങ്ങളുടെ സാഹചര്യം കൂടി പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ആരോഗ്യപരമായ രീതിയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന രീതിയിൽ അത് സാമ്പത്തിക ബന്ധങ്ങളാവാം, ഭരണബന്ധങ്ങളാവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിയമനിർമ്മാണ വിഷയങ്ങൾ, കൺകറന്റ് ലിസ്റ്റിൻ്റെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനങ്ങളാവാം തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആഴത്തിൽ പരിശോധിച്ച് മാറി വരുന്ന കാലഘട്ടങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും പുനർവ്യാഖ്യാനം ആവശ്യമുണ്ടോ എന്നുള്ളൊരു പരിശോധനയോട് കൂടി ഈ കമ്മിറ്റിയിലുണ്ടാകും. ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല, ഈ തമിഴ്നാട് സംസ്ഥാനം അതിന് മുൻകൈ എടുത്തത് മാത്രമേ ഉള്ളൂ, എല്ലാ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന് നടി വിൻസി അലോഷ്യസ്. സിനിമാ ചിത്രീകരണത്തിനിടെ ലഹരി ഉപയോഗിച്ച നടൻ തന്നോട് മോശമായി പെരുമാറിയെന്നും നടി സമൂഹമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തി. ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ, പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ, മോശം എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട്. സിനിമ സെറ്റിൽ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഒരു നോയ്സ് സെൻസായി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. ഇത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല. ഞാൻ എടുക്കുന്ന തീരുമാനമാണത്. ബംഗളൂരുവിൽ വൻ ലഹരി വേട്ട. 3 വ്യത്യസ്ത കേസുകളിലായി 9 മലയാളികളും വിദേശ പൗരനും അറസ്റ്റിലായി. 6.5 കോടി വില വരുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. 3.5 കിലോ ഹൈഡ്രോപോണിക് കഞ്ചാവാണ് അറസ്റ്റിലായ ഒരു മലയാളിയിൽ നിന്ന് പിടിച്ചെടുത്തത്. 2 കോടി 60 ലക്ഷം രൂപയും ഇയാളുടെ പക്കലുണ്ടായിരുന്നു. കഞ്ചാവിന് അന്താരാഷ്ട്ര വിപണിയിൽ 4.5 കോടി രൂപ വില വരും. കേരളത്തിലടക്കം ലഹരിമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു. മറ്റൊരു കേസിൽ 8 മലയാളി സംഘത്തിൽ നിന്ന് 110 ഗ്രാം MDMA പിടികൂടി. ഇതിന് 27 ലക്ഷം രൂപ വില വരുമെന്നാണ് കണക്ക്. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ള സംഘത്തെയാണ് പോലീസ് കുടുക്കിയത്. വിദേശ പൗരനിൽ നിന്ന് 1 കിലോ MDMA ക്രിസ്റ്റലും മറ്റ് ലഹരി വസ്തുക്കളും ആന്റി നാർക്കോട്ടിക് വിങ് പിടികൂടിയിട്ടുണ്ട്. ബംഗളൂരു കേന്ദ്രീകരിച്ച വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ലഹരി വസ്തുക്കൾ കൈമാറുന്നയാളാണ് ഇയാൾ. വീര്യമുള്ള ലഹരി വസ്തുക്കൾ ഉണ്ടാക്കിയാണ് ഇയാൾ വിൽക്കുന്നത്. കഴിഞ്ഞ ദിവസവും ബംഗളൂരു പോലീസും ആന്റി നാർക്കോട്ടിക് വിങ്ങും ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു. 24 ബംഗളൂരു. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ലഹരി വസ്തുക്കൾ പിടികൂടി. പത്തനംതിട്ട ഏനാത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ താമസ സ്ഥലത്ത് നിന്ന് ബ്രൗൺ ഷുഗർ പിടികൂടി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവിന്റെ കിടപ്പുമുറിയിൽ വളർത്തിയ കഞ്ചാവ് ചെടി എക്സൈസ് പിടികൂടി. പൊന്നാനിയിലും കഞ്ചാവുമായി 3 പേർ പിടിയിലായി. കരുനാഗപ്പള്ളി അയണിവേലിക്കുളങ്ങര സ്വദേശി മുഹമ്മദ് മൂസിന്റെ കിടപ്പുമുറിയിൽ നിന്നാണ് കഞ്ചാവ് ചെടികൾ പിടികൂടിയത്. 21 ചെടികളാണ് കണ്ടെത്തിയത്. കരുനാഗപ്പള്ളി എക്സൈസ് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവും ആംപ്യൂളും പിടികൂടി. മുഹമ്മദ് മുഹസിൻ എന്ന് പറയുന്ന ആൾ വീട്ടിൽ നിന്നും ചെയ്യാൻ താമസിച്ചിരുന്ന മുറിയിൽ ചെടിച്ചട്ടിയിൽ 21 കഞ്ചാവ് ചെടികൾ വളർത്തിയത് കണ്ടെത്തുകയും ഈ ചെടിച്ചട്ടിയിൽ വളർത്തിയിരുന്ന കഞ്ചാവ് ചെടികളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്ന ആംപ്യൂളും ഉണങ്ങിയ കഞ്ചാവും കണ്ടെടുത്തുള്ളൂ ചെയ്യാൻ അറസ്റ്റ് ചെയ്തിട്ടുള്ളതുമാണ്. പത്തനംതിട്ട ഏനാത്ത് ബംഗാൾ സ്വദേശിയായ രാഹുലിന്റെ താമസ സ്ഥലത്ത് നിന്ന് 56 ഗ്രാം ബ്രൗൺ ഷുഗർ പിടികൂടി. കോഴിക്കോട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായിട്ടാണ് 3 പേർ പിടിയിലായത്. പൊന്നാനി സ്വദേശി മുഹമ്മദ് അർഷാദ്, ചാത്തമംഗലം സ്വദേശി സവാദ്, കട്ടാങ്ങൽ സ്വദേശി ആസിഫ് എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് 22.7 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. തൃശൂർ ചേലൂർ പെട്രോൾ പമ്പിൽ ബൈക്കിലുണ്ടായിരുന്ന പടക്കം പൊട്ടിത്തെറിച്ചു. വലിയ ദുരന്തമാണ് അവിടെ ഒഴിവായത്. ആ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. സൂരജ് സജി ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്, അതിനുശേഷം സൂരജ് സജി വിവരങ്ങൾ നൽകും. ഇതാണ് ആ ദൃശ്യങ്ങൾ. ഇത് തൃശ്ശൂർ ചേലൂരിലാണ്. പെട്രോൾ പമ്പിൽ എത്തിയ ഒരു ബൈക്കിൽ സൂക്ഷിച്ചിരുന്ന പടക്കമാണ് പൊട്ടിത്തെറിച്ചത്. വലിയ ദുരന്തമാണ് അവിടെ ഒഴിവായിരിക്കുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, ഇതെപ്പോഴായിരുന്നു സംഭവം? വിഷു ആഘോഷിക്കാൻ പോയ ബൈക്കിലുണ്ടായിരുന്നവരാണ് ഈ പടക്കവുമായി പമ്പിലെത്തി അത് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചത്, അല്ലേ?
വിജയകുമാർ, ഇന്ന് രാവിലെ നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തൃശൂർ ചേലൂർ പെട്രോൾ പമ്പിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ ഈ പെട്രോൾ അടിക്കുന്നതിന് വേണ്ടിയാണ് കൂരിക്കുഴി സ്വദേശികളായിട്ടുള്ള 2 പേർ വരുന്നത്. അവർ ഇരിങ്ങാലക്കുടയിൽ നിന്ന് പടക്കം വാങ്ങിയതിനു ശേഷം പെട്രോൾ അടിക്കുന്നതിന് വേണ്ടി ഈ ചേലൂരിലെ പമ്പിൽ കയറുകയായിരുന്നു. ആ സമയത്ത് ഈ പടക്കം ബൈക്കിന്റെ ഹാൻഡിൽ ബാറിൽ തൂക്കിയിരിക്കുകയായിരുന്നു. ഈ പടക്കവും ഈ പടക്കത്തിന്റെ ഈ കവർ എഞ്ചിൻ ഭാഗത്ത് ഉരയുകയും അവിടെ വലിയ രീതിയിൽ ചൂടുണ്ടായിരുന്നു. വണ്ടി ഓടി വന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ചൂടുണ്ടായിരുന്നു. ഈ ചൂടിൽ കവർ ഉരുകി പടക്കങ്ങൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പെട്രോൾ പമ്പ് ജീവനക്കാർ ഇത് തടയാൻ വേണ്ടി, അതായത് കവർ ഉരുകി വരുന്നത് കണ്ട് അവർ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ വലിയ രീതിയിൽ പടക്കം പൊട്ടിത്തെറിച്ചു. ബൈക്ക് മറിഞ്ഞു വീണതിനെ തുടർന്ന് മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുള്ളിൽ തന്നെ ഇവർക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും എക്സ്പ്ലോസീവ് സാധനങ്ങൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിന്റെ പേരിൽ ബൈക്ക് യാത്രികർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് ഇവർക്കെതിരെ കേസ് ചുമത്തിയതിനു ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബൈക്കിൽ ഉണ്ടായിരുന്നവർക്കും ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ലല്ലോ സൂരജ്, അല്ലേ? അവിടെ ആ പെട്രോൾ പമ്പിലെ ജീവനക്കാരെ കാണാം, ബൈക്കിൽ ഉണ്ടായിരുന്ന ആളുകളെ കാണാം, ആർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അല്ലേ? വിജയകുമാരി, പെട്രോൾ പമ്പ് ജീവനക്കാരുടെ ഒരു സമയോചിത ഇടപെടൽ അത് തന്നെയാണ് ഈ ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നതിലേക്ക് നയിച്ചത്. ഇവർ ഈ കവർ ഉരുകി വരുന്നത് കണ്ട അവർ തന്നെ ആദ്യം ഈ തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതോടുകൂടി ബൈക്ക് ചരിഞ്ഞ് താഴേക്ക് വീഴുകയും ആ ബൈക്കിലുണ്ടായിരുന്ന 2 പേരും ഈ ബൈക്കിൽ നിന്ന് മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഇവരും ഈ പൊള്ളൊന്നും തന്നെ ഏൽക്കാതെ രക്ഷപ്പെടുന്നുണ്ടായത്. പക്ഷേ തീർത്തും പറയേണ്ടിയിരിക്കുന്നു, കാരണം ഈ പടക്കം അശ്രദ്ധമായി കൈകാര്യം ചെയ്തത് തന്നെയാണ് ഈ അപകടത്തിലേക്ക് വഴിതെളിച്ചത്. ഹാൻഡിൽ ബാറിൽ തൂക്കിയിട്ടുകൊണ്ട് വരുന്നു. ആ സമയത്ത് എഞ്ചിൻ നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു. ആ ചൂട് തട്ടി ഈ പ്ലാസ്റ്റിക് കവർ ഉരുകി അങ്ങനെയാണ് ഈ പടക്കത്തിന് തീപിടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഇവർക്കെതിരെ എക്സ്പ്ലോസീവ് വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിന് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തതിന് ശേഷം ജാമ്യത്തിൽ 2 പേരെയും വിട്ടയച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് ഇവർ പടക്കം വാങ്ങിയതിനു ശേഷം ഈ പമ്പിൽ പെട്രോൾ അടിക്കുന്നതിന് വേണ്ടി കയറിയത്. വിജുമാർ, തൃശൂർ ചേലൂരിലാണ് പെട്രോൾ പമ്പിൽ എത്തിയ ബൈക്കിലുണ്ടായിരുന്ന പടക്കം പൊട്ടിത്തെറിച്ചത്. വലിയ അപകടം ഉണ്ടാകേണ്ടതായിരുന്നു. എന്തായാലും അത് ഒഴിവായിട്ടുണ്ട്. ആർക്കും പരിക്കേറ്റിട്ടില്ല. അലക്ഷ്യമായി സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തതിന് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. സുരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് തട്ടിക്കളഞ്ഞ് പെറ്റിയടിച്ചതിന് പോലീസുകാരെ പിന്തുടർന്ന് ഹെൽമറ്റ് കൊണ്ടടിച്ച 19കാരൻ. തിരുവനന്തപുരം കുളത്തൂർ സ്വദേശി റയാൻ ബ്രൂണോയാണ് പോലീസുകാരെ ആക്രമിച്ചത്. പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്തു. കഴക്കൂട്ടം തൃപ്പാദപുരത്ത് പൊതുസ്ഥലത്ത് വെച്ച് പുകവലിക്കുകയായിരുന്നു റയാൻ ബ്രൂണോയും സുഹൃത്തും. ബ്രൂണോയെ കണ്ടതും പോലീസ് വാഹനം നിർത്തി സിഗരറ്റ് കളയാൻ ആവശ്യപ്പെട്ടു. വിസമ്മതിച്ചപ്പോൾ ജീപ്പിൽ നിന്നിറങ്ങിയ പോലീസുകാരൻ സിഗരറ്റ് തട്ടിക്കളഞ്ഞു, പിഴയുമിട്ടു. പെറ്റിയുമായി വീട്ടിൽ പോയ റയാൻ ബ്രൂണോ സംഭവം അമ്മയോട് പറഞ്ഞു. സിഗരറ്റ് വലിച്ചതിനാണോ പോലീസുകാർ മോശമായി പെരുമാറിയതെന്ന് ചോദിച്ച അമ്മ മകനുമൊത്ത് കഴക്കൂട്ടം സ്റ്റേഷനിലേക്ക് തിരിച്ചു. വഴിയിൽ വെച്ച് മകന് പെറ്റിയടിച്ച ജീപ്പ് കണ്ടതും കുറുകെ ബൈക്ക് നിർത്തി തടഞ്ഞു. പിന്നീട് വാക്കുതർക്കമായി. കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച് ജീപ്പിലും അകത്തുണ്ടായിരുന്ന പോലീസുകാരെയും ബ്രൂണോ തല്ലി. ആക്രമണത്തിൽ CPOമാരായ വിഷ്ണു, രതീഷ് എന്നിവർക്ക് നിസാര പരിക്കേറ്റു. തുടർന്ന് മറ്റ് പോലീസുകാർ ചേർന്ന് ബ്രൂണോയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. പൊതുസ്ഥലത്ത് പുകവലിച്ചതിന് ഒരു പെറ്റിയിൽ ഒതുങ്ങേണ്ട സംഭവം പോലീസുകാരെ ആക്രമിച്ചതിലും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിലും എത്തി. കേസെടുത്ത പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മുതലപ്പൊഴി ഹാർബറിൽ മണൽ അടിഞ്ഞുകൂടി മത്സ്യബന്ധനം തടസ്സപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. ഫിഷറീസ് മന്ത്രി സജി ചെറിയാനുമായി സംയുക്ത സമരസമിതി നാളെ ചർച്ച നടത്തും. പ്രതിഷേധങ്ങൾക്കിടെ മണൽ നീക്കം ഇരട്ടിയാക്കാൻ കരാറുകാരന് സർക്കാർ നിർദ്ദേശം നൽകി. മുതലപ്പൊഴി അഴിമുഖത്ത് മണലടിഞ്ഞുള്ള പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തം. ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് INTUCയും CATUവും മാർച്ച് നടത്തി. ഓഫീസിന്റെ ഗേറ്റ് പൂട്ടി റീത്ത് വെച്ചായിരുന്നു INTUC പ്രതിഷേധം. CATU പ്രതിഷേധത്തിൽ ഉയർന്നത് മന്ത്രി സജി ചെറിയാനെതിരായ മുദ്രാവാക്യങ്ങൾ. പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്ന സർക്കാർ അനുകൂല സംഘടനയുടെ മുന്നറിയിപ്പ്. മന്ത്രി സജി ചെറിയാന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നാളെ സംയുക്ത സമരസമിതിയുമായി ചർച്ച നടത്തും.
മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എതിർപ്പും ആശങ്കയും അറിയിക്കും. ഈസ്റ്ററിന് ശേഷം അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. അതിനിടെ ഡ്രഡ്ജിംഗ് വേഗത്തിലാക്കാൻ കരാറുകാരന് സർക്കാർ നിർദ്ദേശം നൽകി. 2000 ക്യൂബിക് മീറ്റർ മണലാണ് നിലവിൽ ഇവിടെ നിന്ന് ഒരു ദിവസം നീക്കം ചെയ്യുന്നത്. ഇക്കണക്കിനെങ്കിൽ മണൽ നീക്കം പൂർത്തിയാക്കാൻ മാസങ്ങൾ എടുക്കേണ്ടി വരും. സമരമല്ലാതെ ഇന്നാട്ടുകാരുടെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. ജീവിത സമരമാണത്. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനും രാജേഷിനുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട പന്തളത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. വാളയ്യത്ത് സുരേഷിന്റെ മകൻ സൂരജാണ് മരിച്ചത്. അല്പസമയം മുമ്പായിരുന്നു ഈ അപകടം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നു. മുഖം മൂടിക്കെട്ടിയും കൈ പിന്നിൽ കെട്ടി മുട്ടുകുത്തി നിന്നുമായിരുന്നു ഉദ്യോഗാർത്ഥികൾ ഇന്ന് പ്രതിഷേധിച്ചത്. ഓണറേറിയം വർധന ആവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം 65ാം ദിവസം പിന്നിട്ടു. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം 2 ആഴ്ചയിലേക്ക് കടന്നു. നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ അനുകൂല നിലപാടുണ്ടാകുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. ഇതിനു മുന്നോടിയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖം മൂടിക്കെട്ടിയും കൈ പിന്നിൽ കെട്ടി മുട്ടുകുത്തി നിന്നുമാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 4 ദിവസം മാത്രം ശേഷിക്കെ പ്രതിസന്ധിയിലാണ് സമരക്കാർ. ഇതിപ്പോൾ അവസാന നിമിഷം വരെയായി. ഇനി നമ്മുടെ മുന്നിൽ 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പം ഒരു വളരെ ചെറിയൊരു ലിസ്റ്റ് മാത്രമാണ് ഞങ്ങളുടെ. അതിനകത്ത് ഒരു 30% പോലും നമുക്ക് ആയിട്ടില്ല. അപ്പം നാളത്തെ ഇതിൽ അത്യാവശ്യം നല്ലൊരു വേക്കൻസി എന്ന് ബാക്കിയുള്ള നാളിലും നല്ലൊരു ഒരു 350 വേക്കൻസി എങ്കിലും നമുക്ക് തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ട ആശമാർ നടത്തുന്ന സമരം 65 ദിവസം പിന്നിട്ടു. തൊഴിൽ മന്ത്രി സമരത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആശമാർ. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.